ഒന്ന്, നിങ്ങൾ വളരെ രഹസ്യമായി പറഞ്ഞ കാര്യം അപ്പോൾ തന്നെ മറ്റുള്ളവരോട് പറയുന്നവരെ സൂക്ഷിക്കുക. 2, നിങ്ങളുമായി പെട്ടെന്ന് അടുപ്പം കാണിക്കാൻ ശ്രമിക്കുന്നവരെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. 3, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളോട് വന്ന് പറയുന്നവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരക്കാർ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോടും പറയുന്നതായിരിക്കും. 4, തക്കതായ കാരണങ്ങളില്ലാതെ പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറുന്നവരെ വിശ്വസിക്കാതിരിക്കുക. 5, നിങ്ങളുടെ ശത്രുക്കളെയോ അവരുടെ വാക്കുകളെയോ വിശ്വസിക്കാതിരിക്കുക. 6, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറ്റം മാത്രം കണ്ടെത്തുന്നവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. 7, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ആവശ്യമില്ലാതെ ചോദിച്ചറിയുന്നവരിൽ നിന്നും ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറുക. 8, നിങ്ങളുമായി അടുപ്പമുള്ളവർ കാരണമില്ലാതെ പെട്ടെന്ന് അകലുമ്പോൾ ശ്രദ്ധിക്കുക. 9, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കൈയൊഴിഞ്ഞവരെ നിങ്ങളും മറന്നേക്കുക. 10, ഒരിക്കൽ നിങ്ങളോട് കടുത്ത ശത്രുത ഉണ്ടായിരുന്നവരുമായി പിണക്കം മാറിയാലും അധികം അടുത്ത് ഇടപഴകാത്തതായിരിക്കും നല്ലത്. 11, അവസരത്തിനൊത്ത് വാക്കുകൾ മാറ്റി പറയുന്നവരെയും സ്വഭാവം മാറുന്നവരെയും വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. 12, നിങ്ങളെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നവരെയും അമിത വിനയം കാണിക്കുന്നവരെയും ഒന്ന് സൂക്ഷിക്കുക. 13, ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചിട്ട് പിന്നീട് എന്തെങ്കിലും കാരണത്താൽ ശത്രുക്കളായി മാറിയവരെ ശ്രദ്ധിക്കുക. 14, ഒരിക്കൽ നിങ്ങളെ കബളിപ്പിച്ചവരിൽ നിന്നും പല കാരണങ്ങൾ പറഞ്ഞു നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചവരിൽ നിന്നും അകലം പാലിക്കുക. 15, നിങ്ങളോട് ദേഷ്യമാണെന്ന് അവർക്കും നിങ്ങൾക്കും അറിയാം. എന്നിട്ടും സ്നേഹം നടിച്ച് വിളിച്ചു വരുത്തുന്നവരെ സൂക്ഷിക്കുക. 16, അടുത്തവർ അകലുമ്പോഴും അകന്നവർ അടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. 17, നിങ്ങൾ എന്തു നല്ല ആശയം പറഞ്ഞാലും അത് മുടക്കുന്നവരുമായി നിങ്ങളുടെ ആശയം പങ്കുവയ്ക്കാതിരിക്കുക. ഓർക്കുക, ഇതിൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ അതിൽ കൂടുതലോ കാരണങ്ങൾ വെച്ചു മാത്രം ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് വിലയിരുത്തരുത്. ഇത്തരം അനുഭവങ്ങൾ നേരിടുമ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. ആരെല്ലാം എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്.